നല്ല മൂവി, ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയത്. ഓക്കെ, മീര ജാസ്മിന് തിരിച്ചുവരവ് എങ്ങനെയാണ്? വീട്ടിലിരിക്കേണ്ട ഇത്രയും നാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജുവിനൊപ്പം തന്നെ സിനിമ ഉള്ളിടത്തോളം കാലം, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം വീണ്ടെടുക്കാൻ പറ്റിയ ഒരുപാട് ക്യാരക്ടർ ചെയ്യാൻ പറ്റും. പഴയ നമ്മുടെ എന്താ പറയുക, വന്ന സമയത്തുള്ള അതേ ലുക്കും പെർഫോമൻസും ഒക്കെ രസമായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. നല്ല പടമാണ്, എനിക്ക് നല്ല എൻജോയ്മെന്റ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. മീര യാസ്മിനാണ് ഫുൾ 100% മീര യാസ്മിൻ ചിത്രം. നല്ല കോമഡിയാണ്. പിന്നെ പത്മകുമാറിന്റെ ഒരു വെറൈറ്റി പടം. പത്മകുമാർ വലിയ സീരിയസ് പടമായിരുന്നു പുള്ളി ചെയ്തിട്ടുള്ളത്. അത് മാറി ഒരു കോമഡി ലൈനിലേക്ക് പുള്ളി വരേണ്ടത്. അത് വിജയിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. കാണാം. അല്ല, മീര യാസ്മിൻ നന്നായിട്ടുണ്ട്. മീര യാസ്മിൻ നല്ല ഫാമിലി പടമാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് നല്ല കാണാൻ നല്ല പടം. മൂവി എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയാണ്. പറയായിരുന്നു മീര ചേച്ചിനെ കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ട് ആണ്. ആ ഒരു ക്യൂട്ട്നെസ് ശരിക്കും ആ സിനിമയ്ക്കുണ്ട്. രണ്ടുപേരുടെ പെയർ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഞാൻ പറയുന്ന ആളല്ല, പക്ഷെ എല്ലാവരും നമ്മൾ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു അവരുടെ ഒരുമിച്ച് ചെയ്യുന്ന കുറേ സിനിമകൾക്ക് ശേഷം വീണ്ടും അതേ സ്ക്രീനിൽ അതേപോലെ തന്നെ അവരിയ്ക്കുന്നത് ഭയങ്കര സ്പെഷ്യലാണ് അതിനെ കാണാൻ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. എന്തായി കണ്ടിട്ട് വളരെ സന്തോഷം. നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ കുറച്ച് കോൾസ് വന്നു, പല സ്ഥലത്തു നിന്നും വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഹാഫിന് അതുപോലത്തെ കോൾസിനെ ഞാൻ വെയിറ്റ് ചെയ്യണം. തിയേറ്ററിലെ ഓഡിയൻസിന് ഭയങ്കര ഞങ്ങൾ ഒരു പക്ഷേ കോംബോ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര റെസ്പോൺസ് ഉണ്ടായിരുന്നു. സോ വളരെ സബ്ജക്റ്റ് ഇഷ്ടമായി എന്നാണ് എല്ലാവരും പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാക്കിയോ? ടെൻഷൻ പ്രോജക്റ്റിൻ്റെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് ആയത് നമ്മളെ കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ടെൻഷനൊക്കെ റിലീഫായി. എല്ലാവരും കാണണം. ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഹ്യൂമർ ഭയങ്കരമായിട്ട് വർക്കായത് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നമുക്ക് മനസ്സിലാവില്ല. സോ അത് ഞാൻ വളരെ എന്താ പറയുക, പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു. ഉറപ്പായിട്ടും എൻ്റെ സിനിമകൾ മൂവി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഇവരുടെ കോംബോ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര രസമുണ്ട് ഇവരുടെ കോംബോ. കുറേ ഫൺ എലമെന്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റി. മറ്റേ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ പോലത്തെ നമുക്കൊരു ഫീല് തരുന്ന ഇവരുടെ മറ്റേ ഒരു ചകട സാധനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ പെർഫോമൻസിന് യാതൊരു കുറവും വന്നിട്ടില്ല. ഒരു കുറവും വന്നിട്ടില്ല. നരീചറിൻ്റെ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. മീര ചേച്ചിയുടെ ആണെങ്കിലും എല്ലാ ഇമോഷൻസും ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല പടത്തിൽ കയറുന്നതിന് മുമ്പേ. പക്ഷെ ഞാൻ എന്താ പറയുക, ഇത് ഉറപ്പായിട്ട് ഹിറ്റാണ്, ഉറപ്പാണ്. അത്ര അടിപൊളിയായിട്ടുണ്ട് പടം. നല്ല രസമാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും കാണണം, ഡെഫിനറ്റ് ആയിട്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. രസമാണ്. ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് ചിരിച്ചതാണ് ഞാൻ കണ്ടത്. ആരും ബോറടിച്ചിരുന്നില്ല. പടം കഴിഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ചിട്ട് ഇറങ്ങിയത്. നല്ല സിനിമയാണ് എലിസബത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്നൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ലൈഫിൻ്റെ സിനിമ പറഞ്ഞെങ്കിലും നന്നായിട്ട് രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. മീര ജാസ്മിനും നരേനും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. അവർ വീണ്ടും ഹിറ്റ് നമുക്ക് തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പപ്പേട്ടൻ്റെ ഡയറക്ഷൻ, ജിത്തു ചേട്ടൻ്റെ ക്യാമറ, മൊത്തത്തിൽ ഗംഭീര സിനിമ. ഓക്കെ, പപ്പേട്ടനെ തീർച്ചയായും അത് വളരെ എന്താ പറയുക, റിസ്ക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷെ അത് പപ്പേട്ടൻ്റെ ആ ഒരു കൈയടക്കം, സംവിധായകൻ്റെ കൈയടക്കം വളരെ പ്രകടമാണ്. ഒരു സെക്കൻഡ് പോലും വേണമെങ്കിൽ ഒരുപാട് ലാഗടിക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഒരു സെക്കൻഡ് പോലും ലാഗടിപ്പിക്കാതെയുള്ള സംവിധാനം, ആ ലാഗ് വരുത്താതെ നമ്മൾ രസിപ്പിച്ച് ആ സിനിമ കാണിപ്പിച്ചതിൽ മീരയാസ്മിനും നരേനും ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസിനൊരു വലിയ ഘടകമുണ്ട്. സിനിമാറ്റോഗ്രാഫിക്ക് വലിയ ഘടകമുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അതിന് നിർണായകമായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. മൊത്തത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്നിരുന്ന് അവർ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താ പറയുക, ഒരു നിരാശ വരുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതം മനസ്സിലാക്കുന്നത്. പുതിയ തലമുറയിൽ പക്ഷേ ആൾക്കാർക്ക് മെസ്സേജ് എന്നൊക്കെ പറയുമ്പോൾ സിനിമ കാണണ്ടെന്ന് അങ്ങനെ കരുതണ്ട. ഇത് അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ബോറടിപ്പിക്കൽ മെസ്സേജ് അല്ല, ഒരു ഗംഭീര എൻ്റർടൈൻമെൻറ്റ് സിനിമ. എന്നാൽ അതിൻ്റെ അണ്ടർ കറൻ്റായിട്ട് നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ടും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ. ഓക്കെ, താങ്ക് യു. നന്നായി അഭിനയിക്കുന്ന ഏതൊരു കുട്ടിയോട് അഭിനയിച്ചാലും ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് അച്ഛൻ്റെ അമ്മ ഭയങ്കര ഇഷ്ടമാണ്.
അതുകൊണ്ട് ഈ കോംബോ ഇഷ്ടം. നാലാമത്തെ പടം. അതെ 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 അങ്ങനെ പറഞ്ഞാൽ അപ്പം ബാക്കിയുള്ള നടിവർക്കൊക്കെ വിഷമാവില്ലേ? മലയാളത്തിൽ ശരിയാണ്, മലയാളത്തിൽ പക്ഷെ കാവ്യയുടെ കൂടെ ഉള്ള പടങ്ങളുണ്ട്. പിന്നെ ഒരുപാട് നല്ല നടിമാരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പം ഇന്ന ആൾ മാത്രം എന്ന് പറയുന്നത് തെറ്റായി പോകും. പക്ഷെ ഇവരുടെ കോമ്പോ ഗംഭീരമാണ്. ശരിയാണ്. പ്രേക്ഷകരോട് പടം എന്തായാലും പോയി കാണണം. കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഈ അവധിക്കാലത്ത് പോയി കാണാവുന്ന ഒരു പടമാണ്. തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇമേജ് ആയിരിക്കില്ല പടം. മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം. സസ്പെൻസ് ഉണ്ട്, അത് കണ്ടു തന്നെ അറിയാം.